തിരുവനന്തപുരം നെടുമങ്ങാട് ആശുപത്രി ജില്ലാ ആശുപത്രിയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചത് അത് വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. പ്രതിപക്ഷം കോൺഗ്രസും BJPയും ഇതുമായി ബന്ധപ്പെട്ട സമരരംഗത്തുണ്ടായിരുന്നു. വലിയ ഗുരുതരമായ ആരോപണം ഈ ഡോക്ടർക്കെതിരെ ബന്ധുക്കൾ ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. തുടർന്ന് ഡോക്ടറെ അത്തരത്തിൽ സ്ഥലം മാറ്റുകയും ചെയ്തു. പക്ഷേ ഡോക്ടറെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ബന്ധുക്കൾ. ഇതില്ലാതെ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിക്ക് അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ബന്ധുക്കൾ അത്തരമൊരു രമ്യതയിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് നടപടികൾ പുരോഗമിക്കുക. സിസേറിയൻ നടത്തിയ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് KGMOയെ നെടുമങ്ങാട് ജില്ലാ KGMOയെ രംഗത്ത് വന്ന പശ്ചാത്തലം ഉണ്ട്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ളവ ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് KGMOയുടെ തീരുമാനം. ജില്ലാതലത്തിൽ നിസ്സഹകരണ സമരവും നടത്താൻ സംഘടന തീരുമാനിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ ആ സംഭവം അത് വല്ലാത്ത ഒരു തലത്തിലേക്ക് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അരുൺ മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഇവിടെ ഇന്നലത്തെ സംഭവത്തിന് ശേഷം വലിയ പ്രതിഷേധമുണ്ടായി. അച്ഛൻ്റെ അഭിമുഖമൊക്കെ നമ്മൾ കണ്ടതാണ്. അച്ഛൻ പറഞ്ഞത് ഡോക്ടറാണ് എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്നാണ്. ഒരു തരത്തിലുമുള്ള കോംപ്രമൈസിൽ തയ്യാറായിരുന്നില്ല. പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ എങ്ങനെയാണ് ഒന്ന് രമ്യതയിലെത്തിയത്? ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനടക്കം ബന്ധുക്കൾ സമ്മതിച്ചത് എങ്ങനെയാണ്? തീർച്ചയായും രഞ്ജിത്ത്, വളരെ വൈകാരികമായ ഒരു നിമിഷങ്ങളായിരുന്നു ഇന്നലെ ഈ പറയുന്ന നെടുമങ്ങാട് ആശുപത്രിയിൽ ഉണ്ടായത്. ഈ കുട്ടിയുടെ അച്ഛന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായത് ഈ പറയുന്ന കുട്ടിയുടെ മരണത്തിന് കാരണക്കാരിയായ ഡോക്ടറുടെ സ്ഥലം മാറ്റമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ സ്ഥലം മാറ്റമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ തൃപ്തരല്ലാതെയായിരുന്നു പ്രതിഷേധം വീണ്ടും തുടർന്ന് അധികൃതർ ഇടപെടുകയും ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഏറെക്കുറെ ഒതുങ്ങിയതെന്ന് തന്നെ നമുക്ക് പറയാം. തുടർന്നായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി കുട്ടിയുടെ മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് ആദ്യത്തെ പോസ്റ്റ്മോർട്ടമായിട്ട് നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിലൂടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് ഒരു വ്യക്തത വരാൻ കൂടെ നോക്കുന്നുണ്ട്. അതായത് അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ അത് മുന്നോട്ട് പോകുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച കൂടിയാണ് ഈ പറയുന്ന നെടുമങ്ങാട് മണലി സ്വദേശിയായ രഞ്ജനയെ പൂർണ്ണ ഗർഭിണിയായി എത്തുകയും ബിന്ദു ശ്രീധറിന്റെ ചികിത്സയിലായിരുന്നു. ചൊവ്വാഴ്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുകയും തുടർന്ന് കുട്ടി മരിച്ചു എന്നുള്ളൊരു വിവരം ലഭിക്കുകയും തുടർന്നായിരുന്നു ബന്ധുക്കളും വിവിധ രാഷ്ട്രീയ കക്ഷികളും വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷേധവുമായി എത്തുന്നു. സൂപ്രണ്ടിനെ തടയുന്നു, ജില്ലാ മെഡിക്കൽ ഓഫീസറെ തടയുന്ന ഒരു പശ്ചാത്തലം തുടങ്ങിയ ഒരു നാടകീയ സംഭവങ്ങൾ തന്നെ ഈ പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. വളരെ ശ്രമപ്പെട്ടായിരുന്നു